ഹേ ഓൾ വെൽക്കം ബാക്ക്. എല്ലാവർക്കും റമദാൻ കരീം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഷവർമ പഫിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുൻപായിട്ട് ചെറിയ റിക്വസ്റ്റ്, നിങ്ങൾ ഫസ്റ്റ് ടൈം ഈ ചാനൽ കാണുന്നെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ കാണുന്ന 3 ഓപ്ഷൻസിൽ ഏറ്റവും ടോപ്പിലുള്ള ഓൺലൈൻ ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്കുള്ള മാവ് ഒന്ന് റെഡിയാക്കണം. പഫ്ഡോ ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഗ്ലാസ് അളവ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലും മെഷർമെൻറ്റ് കപ്പ് ഉണ്ടാവണമെന്നില്ല. ഈ ഗ്ലാസും സാധാരണ നമ്മുടെ കയ്യിലുള്ള മെഷർമെൻറ്റ് കപ്പും സെയിം അളവ് തന്നെയാണ്. അപ്പോൾ മെഷർമെൻറ്റ് കപ്പുള്ളവർ അതെടുത്താലും മതി. നമ്മളിതിലേക്ക് മൈദ ചേർത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡർ തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളമാണ്. വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ഏകദേശം ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവിനെ നമുക്ക് കിട്ടണം. അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. വെള്ളം ഒരുപാട് കൂടി ലൂസായി പോകരുത്. നമ്മൾ മിക്സ് ചെയ്യുന്ന ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. സൺഫ്ലവറോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം മതി. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കൈവച്ചിട്ട് നന്നായിട്ട് ചപ്പാത്തി മാവ് പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഇതാ മാവ് നമ്മൾ കുഴച്ചിട്ട് ഇതാ ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒന്ന് അടച്ച് വെക്കണം. എന്നിട്ട് ഒരു 30 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് പരത്തിയെടുക്കുന്നത്. ഇത് അടച്ചു വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാബേജ് ഗ്രേറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ബെൽ പെപ്പർ റെഡ് ക്യാപ്സിക്കം ഉണ്ടല്ലോ, അതാണ് ഉള്ളത്. അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഇതിലേക്ക് കൂടുതൽ ക്യാബേജാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ക്യാരറ്റും ചേർത്ത് കൊടുക്കാനുണ്ട്. ക്യാരറ്റ് നമ്മൾ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരു ചെറിയ ക്യാരറ്റിൻ്റെ പകുതി ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്യാരറ്റും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെജീസൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള മയോനൈസാണ്. നമുക്ക് ടേസ്റ്റിനനുസരിച്ച് മയോനൈസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. വീട്ടിൽ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ച മയോനൈസ് നമുക്ക് ചേർത്ത് കൊടുക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി മുൻപ് ഒരു 2-3 വർഷം മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ മേലെ ഐക്കാർഡിലോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലോ നോക്കിയാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അത് വേണ്ടവരൊന്ന് കണ്ടു നോക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടിയാണ്. നന്നായി പൊടിച്ചിട്ടുള്ള പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 നുള്ളി ഏലക്കാപ്പൊടി. ആ ഒരു കറക്റ്റ് ഷവർമ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഏലക്കാപ്പൊടി ചേർക്കുന്ന സമയത്ത് ഒരുപാട് കൂടി പോകരുത്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് വേവിച്ചിട്ടുള്ള ചിക്കനാണ്. ചിക്കൻ വേവിക്കുന്ന ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 2 നുള്ളി മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ടാണ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഫില്ലിങ്ങിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചേർത്തിട്ടുള്ള മയോനൈസിലും പിന്നെ നമ്മൾ വേവിച്ചെടുത്ത ചിക്കനിലും ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് ചേർക്കാത്തതാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഈ മാവ് അരമണിക്കൂറിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം.
ഇപ്പോൾ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അരമണിക്കൂർ ആകുന്ന സമയത്ത് നല്ല കറക്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോ തന്നെ നമുക്ക് കിട്ടും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത്. ഇനി ഇത് കുറച്ച് മൈദമാവ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ കുഴച്ചെടുക്കുക. അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. നമ്മുടെ ചപ്പാത്തി പരത്തുന്ന ഈ റോളറിൽ കുറച്ച് മൈദ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡോ ഇതുപോലെ 4 ഒരേ അളവിലുള്ള ബോളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടെ നന്നായിട്ട് സ്മൂത്താക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. പരത്തുന്ന സമയത്ത് ഒരുപാട് നല്ല റൗണ്ടിലുള്ള ഷേപ്പൊന്നും വേണമെന്നില്ല, ഒരു ഓവൽ ഷേപ്പിലാണ് പരത്തിയെടുക്കുന്നത്. നല്ല റൗണ്ട് ആവണമെന്നില്ല കേട്ടോ, ഓവൽ ഷേപ്പിൽ പരത്തിയെടുത്താൽ മതി. അപ്പോഴാണ് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പം അതാണ്. പിന്നെ നമ്മൾ ഈ മാവ് പരത്തുന്നത് ഒരുപാട് തിന്നായിട്ട് ചിക്കൻ റോള് പോലെ ഒരുപാട് തിന്നായിട്ട് പരത്തേണ്ട, എന്നാൽ ഒരുപാട് കട്ടി കൂടിപ്പോവുകയും ചെയ്യരുത്. ചപ്പാത്തി മാവിനേക്കാളും നമ്മൾ പരത്തുന്ന ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടെ തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഒരു പിസ്സ കട്ടർ അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സൈഡിലുള്ള മാവൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. 4 ആയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരേ സൈസിൽ തന്നെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഇത് കിട്ടുക. അപ്പോൾ നമ്മൾ ആദ്യം പരത്തിയെടുത്തിട്ടുള്ള ഷീറ്റ് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക, ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ. ഇനി ഇതിൻ്റെ മേലേക്കായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഫില്ലിങ് അങ്ങ് വെച്ച് കൊടുക്കുക. ഒരു സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സൈഡിലായിട്ട് 4 സൈഡിലായിട്ട് വെള്ളം വെച്ചിട്ട് ഒന്നിങ്ങനെ തടവി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ സൈഡിലേക്കും 4 സൈഡിലേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക വെള്ളം. സാധാരണ പച്ചവെള്ളം തന്നെ മതി. ഒരു ഷീറ്റ് കൂടെ ഒന്നിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ വിരൽ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് സീലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കറക്റ്റ് ഒരു നല്ലൊരു ഭംഗിയുള്ള ഡിസൈൻ കിട്ടുകയും ചെയ്യും. പിന്നെ കറക്റ്റായിട്ട് അതിങ്ങനെ സീലായി കിട്ടുകയും ചെയ്യും. പുറത്തേക്കൊന്നും ഫില്ലിങ് വരാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ അതങ്ങനെ ഒട്ടിക്കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഷീറ്റൊക്കെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓയിൽ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടി, കാരണം മൈദ ആയതുകൊണ്ട് അതിൻ്റെ അകത്തൂടെ വേവാനുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ട് കളർ മാറുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് കളർ മാറാൻ നിൽക്കേണ്ട, ചെറുതായിട്ട് 2 സൈഡും ഒരേ രീതിയിൽ ഒരു ചെറിയ ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് ഓയിലിൽ നിന്ന് മാറ്റാം. ഒരുപാട് കളർ മാറുന്ന സമയത്ത് കാണാൻ അത്ര ഭംഗിയുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെറിയ ഗോൾഡൻ കളറിലാണ് കാണാൻ കുറച്ചുകൂടെ ഭംഗി. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്നാക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള സ്നാക്ക് റെസിപ്പിയാണ്. നോമ്പ് സമയത്ത് ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫീഡ്ബാക്ക്സ് ഇവിടെ അറിയിക്കാൻ മറക്കാതെ ചാനൽ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യണേ, എന്നാലേ കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബി കെയർഫുൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.